അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹറം 10 അത് തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ആചരിച്ചവരുമുണ്ട്, ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച ആചരിച്ചവരുമുണ്ട്. നമ്മുടെ സുന്നികൾക്കിടയിൽ തന്നെ ഇങ്ങനെ രണ്ട് വിഭാഗമായി കൊണ്ട് മുഹറം 10 നോമ്പനുഷ്ഠിക്കുകയും മുഹറം 10 അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരുണ്ട്. ഇനി ഈ മുഹറം മാസം ഇവിടെ കഴിയുമ്പോൾ എങ്ങനെയാണ് സഫർ മാസത്തിന്റെ തുടക്കമുണ്ടാവുക, അവിടെയും ഈ പ്രശ്നങ്ങൾ വരുമോ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. കാരണം സഫർ മാസം ഒരു കൂട്ടർക്ക് നേരത്തെയും ഒരു കൂട്ടർക്ക് ഒരു ദിവസം വൈകിയും ആകുമോ, ആയാൽ എങ്ങനെ, അതോ രണ്ടു കൂട്ടർക്കും ഒപ്പമാകുമോ, ഒപ്പമായാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി ഒരു കൂട്ടർക്ക് ഒരു മുഹറം മാസം 30 പൂർത്തിയാവുകയും മറ്റേ കൂട്ടർക്ക് 29 മാസം കാണുകയും ഈ 29 മാസം കണ്ടില്ലെങ്കിൽ അവർക്ക് 31 പോകുമോ, മറ്റുള്ളവർക്ക് 31 ആകുമോ എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ട് പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മാസപ്പിറവി സംബന്ധമായി കൊണ്ട് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ജൂൺ 27 വെള്ളിയാഴ്ച മുഹറം 1 ഉറപ്പിച്ചവർക്ക് ജൂലൈ 25 മുഹറം 29 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അന്ന് മാസം കണ്ടാൽ ജൂലൈ 26 സഫർ 1 ആവും. അതായത് മുഹറം 10 അവർക്ക് ഞായറാഴ്ചയായിരുന്നു. ഇനി ജൂലൈ 25 മാസം കണ്ടില്ലെങ്കിൽ 26 30 പൂർത്തിയാക്കി ജൂലൈ 27 സഫർ 1 ആവുകയും ചെയ്യും. ഇനി മറ്റേ വിഭാഗത്തിന് ജൂൺ 28 ശനി ആഴ്ച മുഹറം 1 ഉറപ്പിച്ചവർക്ക്, അങ്ങനെ ഉറപ്പിച്ചവർക്കാണ് മുഹറം 10 തിങ്കളാഴ്ച ആയത്. അവരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ 26 മുഹറം 29 ആയിരിക്കും. അങ്ങനെ ജൂലൈ 26 മുഹറം 29 ആയിരിക്കുമ്പോൾ അന്ന് മാസം കണ്ടാൽ ജൂലൈ 27 സഫർ 1 ആയിരിക്കും. അതായത് മുഹറം 10 തിങ്കളാഴ്ചയായിരുന്നവർക്ക്. ഇനി ജൂലൈ 26 മാസം കണ്ടില്ലെങ്കിൽ, ജൂലൈ 26 മാസം കണ്ടില്ലെങ്കിൽ 27 30 പൂർത്തിയാക്കി ജൂലൈ 28 സഫർ 1 ആവുകയും ചെയ്യും. അപ്പോൾ ഒന്നും പ്രശ്നം വരുന്നില്ല. എന്നാല് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല് ജൂലൈ 25 മാസം കണ്ടാൽ അവര് തിങ്കളാഴ്ച മുഹറം 10 ആയവർക്ക് 28 ആവുകയുള്ളൂ. തിങ്കളാഴ്ച മുഹറം 10 ആയവർക്ക് 28 ആവുള്ളൂ ജൂലൈ 25 മാസം കണ്ടാല്. ഇനി ജൂലൈ 26 മാസം കണ്ടില്ലെങ്കിലോ, ജൂലൈ 26 മാസം കണ്ടില്ലെങ്കിൽ മുഹറം 10 തിങ്കളാഴ്ച ആയവർക്ക് 27 30 പൂർത്തിയാക്കി ജൂലൈ 28 സഫർ 1 ആവുകയും ചെയ്യും. എന്നാല് ജൂലൈ 6 മുഹറം 10 ആയിരുന്നവർക്ക് 31 ആവും. എന്നാല് ജൂലൈ 6 മുഹറം 10 ആയ ആളുകൾ, അതായത് വെള്ളിയാഴ്ചയായിരുന്നു അവർക്ക് മുഹറം 1 വന്നത്, അങ്ങനെ വന്നവർക്ക് 31 ആയിരിക്കും അന്ന് മുഹറം. അങ്ങനെയൊന്നുമില്ലല്ലോ, മുഹറം 31 ആവാൻ പാടില്ലല്ലോ, അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്ക് മുഹറം 31 വരും. അപ്പോൾ എവിടെയോ എന്തോ ഒരു പിഴവ് സംഭവിച്ചു എന്ന് നമ്മൾ അനുമാനിക്കാം. ഉറപ്പൊന്നുമില്ല, നമുക്ക് അങ്ങനെ അനുമാനിക്കാം. പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല ജൂലൈ 25 മാസം കണ്ടു, ജൂലൈ 25 മാസം കണ്ടാൽ മുഹറം 28 ആയാലും അങ്ങനെ ആവും. ആർക്ക്? തിങ്കളാഴ്ച മുഹറം 10 ആഘോഷിച്ചവർക്ക് ജൂലൈ 25 മാസം കാണുകയാണെങ്കിൽ അവർക്ക് മുഹറം 28 കിട്ടുകയുള്ളൂ. അപ്പോഴും എന്തോ പ്രശ്നമുണ്ട്, അപ്പോഴും എന്തോ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലാഹു അഅലം. വെള്ളിയാഴ്ച മാസം ഉറപ്പിച്ചവർക്ക് ജൂലൈ 26 30 പൂർത്തിയാവും. അപ്പോൾ ജൂലൈ 26 മാസം കണ്ടു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ല. വെള്ളിയാഴ്ച മാസം ഉറപ്പിച്ചവർക്ക് അന്ന് മാസം 30 ആവും. എന്നാൽ ശനിയാഴ്ച മാസം ഉറപ്പിച്ചവർക്ക് 29 മാസം കണ്ടു എന്നും ആവും. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ല. അല്ലെങ്കിൽ എന്തൊക്കെയോ പാൾട്ട് സംഭവിച്ചതുപോലെ നമുക്ക് തോന്നും. അല്ലാഹു അഅലം. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാസം ഉറപ്പിക്കാൻ ഇരു കൂട്ടർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സുന്നി കൈരളിക്ക് എപ്പോഴും ഒരു
ഏകോപനം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും മറ്റും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നും മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ബെല്ലൈക്കൺ അമർത്തി സഹായിക്കണമെന്നും മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റു വല്ലത് അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമന്റിൽ വരണമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.